എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 2016 മോഡൽ ഹോണ്ട ഒഡീസിയാണ്. 2000 cc ഹൈബ്രിഡ് എഞ്ചിനിലാണ് വരുന്നത്. അതുപോലെ കിലോമീറ്റർ റൺ ചെയ്തിരിക്കുന്നത് 85,700 കിലോമീറ്റർ മാത്രമാണ്. ഇതൊരു 7 സീറ്റർ വെഹിക്കിളാണ്. നമുക്കിപ്പോൾ ഒരു 7 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലീസിനാണെങ്കിൽ വെരി നൈസ് കാർ ഫോർ ദ ബിഗ് ഫാമിലീസ്. അല്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. അതുപോലെ 2000 cc ഹൈബ്രിഡ് എഞ്ചിനിലും കൂടിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പെട്രോൾ വൈസ് നമുക്ക് വലിയൊരു എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഫാമിലീസിന് എത്ര ദൂരം വേണമെങ്കിലും ചെറിയൊരു പെട്രോൾ കൺസംഷനിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്തുതരാം. ഹോണ്ട ഒഡീസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോർസാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പവർ ഡോർസാണ് കൊടുത്തിരിക്കുന്നത്. ലെതറും ക്ലോത്തിങ്ങും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സീറ്റിംഗ് കവേഴ്സാണ് എല്ലാ സീറ്റ്സിനും ഹോണ്ട ഒഡീസിയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പാസഞ്ചർ സൈഡിൽ സെമി സ്ലീപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. തേർഡ് റോയിൽ നമ്മൾ വലിയൊരു 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തേർഡ് റോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ 7 ഇഞ്ചിൻ്റെ ഒരു നല്ല വീഡിയോ സ്ക്രീനും കൂടി കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സൈഡിലുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ വീഡിയോ കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ AC വിൻഡോസ് ഉണ്ട്. ഈ പാസഞ്ചർ സൈഡിലെല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് AC വിൻഡോസും കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലുള്ള ഡാഷ്ബോർഡിനോട് ചേരുന്ന രീതിയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ACൻ്റെ വിൻഡോസ്, കാർ സ്റ്റീരിയോ, ഗിയറിൻ്റെ പൊസിഷൻ, അതുപോലെ ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് നല്ല വീതിയോട് കൂടിയിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് എന്നിവ കൊടുത്തിരിക്കുന്നത്. എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ ചാർജിങ് പോയിൻ്റാണ്. സെക്കൻഡ് റോയിലും അതുപോലെ തന്നെ തേർഡ് റോയിലും ഈ ചാർജിങ് പോയിൻ്റ് അവൈലബിൾ ആണ്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 7 സീറ്ററിൽ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ അത്യാവശ്യം സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ്. അത് നമ്മൾ തേർഡ് റോയിലുള്ള സീറ്റ് ഫോൾഡ് ചെയ്ത് ഈ താഴെ കാണുന്ന ആ പൊസിഷനിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ 5 സീറ്ററിൽ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള തന്നെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ സ്ലൈഡിങ് ഡോറ് ഡ്രൈവർ പൊസിഷനിൽ നിന്ന് ഓൺ അതുപോലെ ഓഫ് ചെയ്യേണ്ട ബട്ടണും അവൈലബിൾ ആണ്. കൂടാതെ ഇതിന് കുറേ ഫീച്ചേഴ്സും കൂടി അവൈലബിൾ ആണ്. പ്രീ ക്രാഷ് സേഫ്റ്റി ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ക്രൂസ് കൺട്രോൾ ഉണ്ട്, റിവേഴ്സിങ് ക്യാമറ അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, അതുപോലെ ലൈൻ അസിസ്റ്റ്. ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിന് വരുന്നത്. ടയർ പാർട്ട് നോക്കുകയാണെങ്കിൽ അലോയ് വീലോട് കൂടിയിട്ടുള്ള 95% ടയേഴ്സും അവൈലബിൾ ആണ്. ഈ കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ അതേപോലെ വാങ്ങിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്ലാൻഡിലുള്ള ജസ് മോട്ടോഴ്സായിട്ട് ഇമീഡിയറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ see you in next video.